എന്താ പാർവതി, ഇനിയെങ്കിലും അവൻ അറിയണ്ടേ സത്യങ്ങളൊക്കെ? നിങ്ങൾ ഇനിയും എത്ര നാളൊക്കെയും മൂടിവെക്കും? നിങ്ങൾ തന്നെയാണ് അവനെ ഇങ്ങനെ ആക്കി തീർത്തത്. അന്നേ അവനോട് സത്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് അറിവായ കാലം മുതൽ ഞാൻ തൻ്റെ അച്ഛനോട് പറയുന്നതാ, അവനോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങളുടെ കൺമുന്നിൽ തന്നെ സ്വയം നശിച്ച് നശിച്ച് ഇതിനി എവിടെ ചെന്ന് നിൽക്കുമോ ആവോ? ആർക്കും മനസ്സിലാവില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. ഹരിയേട്ടാ, അവൻ തിരിഞ്ഞു നോക്കാതെ നടന്നകന്നു. അവൾക്കറിയാം ഹരിയെ. ആരും വേദനിക്കുന്നത് അവന് സഹിക്കില്ല. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അവന്. മനോഹരനൊരാവശ്യം വന്ന അവനാണ് ഓടി വരിക. ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നതും അമ്മയും ഹരിയേട്ടനും കൂടിയാണ്. അച്ഛനൊപ്പം കൺസ്ട്രക്ഷൻ വർക്ക് തന്നെയായിരുന്നു ഹരിയേട്ടനും. അവർക്ക് പരസ്പരം ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഓരോന്നോർത്ത് അകത്തേക്ക് നടന്നു. ബെഡിൽ നിവർത്തിയിട്ട ഷർട്ടിന് മുകളിലൂടെ വിരലോടിച്ചുകൊണ്ട് ചുണ്ടിൽ പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് വസുദേവ്. കുളിച്ചിറങ്ങിയ മനു അത് കണ്ട് ചിരിച്ചു. എന്താ കണ്ണ, പെയിന്റ് പറ്റിയ ഷർട്ടിനോട് ഇത്ര സ്നേഹം? അവൻ അയാളെ ഒന്ന് നോക്കി. അങ്കിൾ, ഇതുവരെ ആരോടും തോന്നാത്തൊരടുപ്പമാണ് എനിക്ക് അവളോട് തോന്നുന്നത്. ഇതിനി പ്രേമം വല്ലോ ആണോ എന്ന് ആലോചിക്കുമായിരുന്നു ഞാൻ. അതിനി എന്താ ഇത്ര ആലോചിക്കാൻ? എന്റെ കണ്ണ, നിനക്കവളോട് ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട് ആണല്ലേ അങ്കിൾ? ഇതുവരെ കണ്ട പെൺപിള്ളേരിൽ നിന്നും ഡിഫറൻ്റ് ആണ് ജെന്നി. അവളുടെ ദേവേട്ട എന്ന വിളി, ഓ എൻ്റെ അങ്കിൾ. അവൻ ഷർട്ടിനു മേലേക്ക് മലർന്നു. അയാൾ ചിരിച്ചു. അവൻ കമിഴ്ന്ന് അയാളെ നോക്കി. അല്ലങ്കിൾ, അവൾ ക്രിസ്ത്യനാണ്. എൻ്റെ ഇഷ്ടം ഒരിക്കലും അച്ഛൻ അംഗീകരിക്കില്ല. അങ്കിൾ എൻ്റെ ഒപ്പം നിൽക്കുവോ? എൻ്റെ കണ്ണ, അതിന് കാര്യങ്ങൾ അത്രടം വരെ എത്തിയിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ എത്തിയാ അങ്കിൾ എൻ്റെ ഒപ്പം നിൽക്കില്ലേ? അവൻ അയാളെ പ്രതീക്ഷയോടെ നോക്കി. ആ വരട്ടെ, നോക്കാം. അയാൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. നോക്കിയാ പോരാ, എനിക്ക് തോന്നുന്നു ഞാൻ അവളെ ആഴത്തിൽ പ്രണയിക്കുന്നുവെന്ന്. ആ അതൊക്കെ ശരിയാ. അവളുടെ മനസ്സുകൂടി അറിഞ്ഞിട്ട് മതി സ്വപ്നം കാണുന്നത്. അവൾക്കെന്നെ ഇഷ്ടാണോ? അവന്റെ ഉള്ളിൽ അവളുടെ കണ്ണുകൾ തെളിഞ്ഞു. അതെ, ഇഷ്ടമാണ്. അവൻ ഷർട്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളിപ്പോ എന്തെടുക്കുമായിരിക്കും? ഒന്ന് കാണാൻ തോന്നുന്നു. കാട്ടിലെ സീൻസ് ഓരോന്നായി അവന്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നു. പെട്ടെന്ന് അവന്റെ ഫോൺ റിങ് ചെയ്തു. അവൻ ജെന്നിയെ ഓർത്തുകൊണ്ട് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് ചേർത്തു. ഹലോ ഹലോ, ആരാണെന്ന് മനസ്സിലായോ? ഒരു കിളിനാദം. വസു ചാടി എണീറ്റു. അയ്യോ, എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. അങ്കിളിനോട് പറയുക പോലും ചെയ്തു. അവൻ ആവേശത്തോടെ പറഞ്ഞു. അതെയോ, നമ്പർ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അപ്പോ ഒന്നും മിണ്ടാൻ പറ്റിയില്ലല്ലോ, അതാ വിളിക്കാമെന്ന് കരുതിയത്. അവൻ്റെ ഉള്ളിൽ പെട്ടെന്ന് അപായമണി മുഴങ്ങി. ഹലോ ദേവ, കേൾക്കുന്നുണ്ടോ? ആരാ, മനസ്സിലായില്ല. അവൻ ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ അഭിയ. അവൻ്റെ മുഖം ഇരുണ്ടു. ഓ, താനോ? ഞാൻ മറ്റൊരാളാണെന്ന് തെറ്റിദ്ധരിച്ചു. ആ, അതാ ഞാനും ഓർത്തത്. പിന്നെ എന്നെ ഓർത്തു എന്ന് കേട്ടപ്പോൾ അറിയാതെ സന്തോഷിച്ചു. ഛേ, നാശം. അവൻ തലക്കടിച്ചു. എന്തിനാ അയാൾ ഇപ്പോൾ വിളിച്ചത്? അതും ഈ രാത്രി?
അയ്യോ സോറി, ഞാനിപ്പോഴാ ഫ്രീ ആയത്. എൻ്റെ അടുത്ത് ദേവൻ്റെ നമ്പർ ഇല്ലായിരുന്നു. കിട്ടിയപ്പോൾ വിളിക്കാൻ തോന്നി. എനിക്ക് എന്തൊക്കെയോ ദേവനോട് പറയാനുണ്ട്. പക്ഷേ എനിക്ക് നാളെ കോളേജുള്ളതാണ്. കിടക്കണം. താൻ എന്താണെന്ന് വെച്ചാ പറ. അഭിയുടെ മുഖം വലിഞ്ഞു മുറുകി. എനിക്കും കോളേജുണ്ട് ദേവാ. നമ്മളിന്ന് ഒന്നും സംസാരിച്ചില്ലല്ലോ. എനിക്ക് ദേവനെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടമായി. എന്നെപ്പറ്റി ദേവനൊന്നും അറിയില്ലല്ലോ, ചോദിച്ചതുമില്ല. അപ്പോ എങ്ങനെയാ തീരുമാനം എടുക്കുക? ഞാൻ എന്നെപ്പറ്റി ദേവനോട് പറയാം. അവൾ കുഞ്ചി. വേണ്ട, എനിക്കൊന്നും അറിയണമെന്നില്ല. വേറെ ഒന്നുമില്ലെങ്കിൽ ഞാൻ വച്ചോട്ടെ. എനിക്ക് കിടക്കണം, ഉറക്കം വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. അഭിക്ക് അടിയേറ്റതുപോലെ ആയിപ്പോയി. അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. എടാ, നീ എന്നോട് ചെയ്തതിന് അനുഭവിക്കും. ഈ അഭി ആരാണെന്ന് നിനക്കറിയില്ല. അവൾ ദേഷ്യത്തോടെ ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. ആരാ കണ്ണാ വിളിച്ചത്? ആ അഭി, അവൻ ഇഷ്ടക്കേടോടെ പറഞ്ഞു. ആ കുട്ടിയോ? ആ, അവൾ തന്നെ. എനിക്ക് ആ പെണ്ണിനെ ഒട്ടും ഇഷ്ടമായില്ല അങ്കിൾ. അതെനിക്ക് അപ്പം തന്നെ മനസ്സിലായി. മനസ്സിലാകാത്തത് നിന്റെ അച്ഛന് മാത്രമാ. അവൻ ആ ഷർട്ടിലേക്കൊന്ന് നോക്കി. എനിക്ക് ഇവളെ സ്വന്തമാക്കാൻ കഴിയുമോ അങ്കിൾ? അച്ഛൻ്റെ സ്വഭാവത്തിന് ഞങ്ങളെ കൊന്നു കളയാൻ പോലും മടിക്കില്ല. കണ്ണാ, ഞാൻ പറഞ്ഞു, ഒന്നിക്കുന്നതിനെ പറ്റിയൊക്കെ പിന്നെയല്ലേ ആലോചിക്കേണ്ടത്. ആദ്യം പോയി ആ കുട്ടിയുടെ മനസ്സിലെന്താണെന്ന് അറിഞ്ഞിട്ട് വാ. മനസ്സിലായി അങ്കിൾ. നാളെ എന്തായാലും ഞാൻ ജെന്നിയോട് സംസാരിക്കും. ആ, അത് മതി. മോൻ കിടന്നോ, വേറൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട. അവൻ ഷർട്ട് മാറ്റിവെച്ച് ബെഡിലേക്ക് കിടന്നു. അവൻ്റെ മനസ്സ് മുഴുവൻ ജെന്നിയായിരുന്നു. ബെഡിൽ ചമ്രം പടഞ്ഞിരുന്ന് നഖം കടിക്കുകയാണ് ജെന്നി. ശേ, ഇതെന്തൊരു ടെൻഷനാണ്. ദേവേട്ടൻ്റെ വീട്ടിൽ എന്തായിരിക്കും ഇപ്പോൾ നടക്കുന്നത്? ആ ശൂർപ്പണകയെ കെട്ടാനാണോ ആ പാവത്തിൻ്റെ വിധി? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ദേവേട്ടൻ ഒരു പാവമാണ്. ആ മുഖം കണ്ടാൽ അറിയാം ആ കോന്തിയെ ഒട്ടും ഇഷ്ടായില്ലെന്ന്. അച്ഛൻ്റെ മുന്നിൽ തുറന്നു പറയാൻ ധൈര്യമില്ലാതിരിക്കുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി. പുള്ളി കുറച്ച് ടഫാണെന്ന് കണ്ടാലേ അറിയാം. പക്ഷേ അമ്മ പാവമാ, അനിയത്തിയും. ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവൾ എത്തി ഫോണെടുത്തു. അയ്യോ, അതിന് ദേവേട്ടൻ്റെ നമ്പർ അറിയില്ലല്ലോ. ശേ, ഞാനെന്ത് മണ്ടിയാ. അത്രയും സമയം കൂടെ ഉണ്ടായിട്ടും നമ്പർ വാങ്ങാൻ മറന്നു. എന്നാലിപ്പോ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. അല്ലേ തന്നെ ഞാൻ എന്തിനാ വെറുതെ ടെൻഷനാകുന്നേ? ദേവേട്ടൻ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കട്ടെ, എനിക്കെന്താ? അല്ല, എന്നാലും ആ പെണ്ണ് വേണ്ട. എവിടെയോ എന്തോ തകരാറ് പോലെ. അതിനി അവൾക്കോ അതോ എനിക്കോ? ഒന്നും അങ്ങോട്ട് ക്ലിയർ അല്ലല്ലോ ഈശോയെ. ഇനി എനിക്ക് ദേവേട്ടനോട് ലബ്ബാണോ? അല്ലെങ്കിൽ പിന്നെ വെറുതെ ആ കുട്ടിയെ ഞാൻ പണിയോ? എന്താ ജെന്നി, ചെയർമാന്റെ മുന്നിൽ വീണുപോയോ നീ? പിന്നെ അതിന് വേറെ ആളെ നോക്കണം ആണോ? ഉറപ്പാണോ? ആ, എനിക്കൊന്നും അറിയില്ല. അവൾ ബെഡിലേക്ക് മലർന്നു. ദേവേട്ടനെ ഒന്ന് കണ്ടെങ്കിൽ. അവൻ AC കൂട്ടിയിട്ട് ബ്ലാങ്കറ്റ് എടുത്ത് മൂടി പുതച്ചു. എടാ, ജെന്നി എന്നെന്താ വരാത്തത്? നീ എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല മോളെ. നീ എന്താ ഉറങ്ങിയില്ലേ? ഇല്ലെന്നേ, ജെന്നി ഇല്ലെന്നറിഞ്ഞിട്ട് ക്ലാസ്സിലിരിക്കാൻ തോന്നിയില്ല. അതാ ഞാൻ പറഞ്ഞത് നമുക്കും ഇറങ്ങാന്ന്. പക്ഷെ തനി, എനിക്കിന്ന് സാറിനെ കാണാൻ പറ്റിയില്ലല്ലോ. എന്തോ വല്ലാത്ത വിഷമം. ഡാ, അപ്പോ
ഇക്കാര്യത്തിൽ നീ സീരിയസ് ആണോ? എന്റെ തനി, നീ ഇപ്പോഴും ഇത് തമാശയാണെന്ന് കരുതി ഇരിക്കുവാണോ? എനിക്ക് വിഷമം. അല്ലടാ, ഞാനോർത്തു നീ വെറുതെ ഒരു... അല്ലടാ, ഞാൻ സീരിയസ് ആണ്. എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നൊരു ദിവസം കാണാതിരുന്നപ്പോൾ അതെനിക്ക് ബോധ്യപ്പെട്ടു. നമ്മുടെ ജിന്നിയും പാറുവും വരട്ടെ, നാളെ നമുക്ക് സെറ്റാക്കാം. ഇനി ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിനക്കുണ്ടാകും. ആണോടാ? എനിക്ക് സന്തോഷം. ആണെന്ന് കിടന്നുറങ്ങു പെണ്ണെ, നാളെ രാവിലെ കാണാം. തനി ഫോൺ കട്ടാക്കി. അനി അവളുടെ സാറിനെ മനസ്സിലേക്ക് ആവാഹിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. പിറ്റേന്ന് നേരത്തെ തന്നെ ജെന്നി കോളേജിലെത്തി. കവാടത്തിൽ തന്നെ ദേവന്റെ ബുള്ളറ്റിനായി കാതോർത്ത് നിൽക്കുവാണ് ജെന്നി. എന്നാ വന്നതോ ഓടിപ്പാഞ്ഞ് വിയർത്ത് കുളിച്ച പാർവതി. ഡാ, എന്താടാ ഇത്? ജെന്നി, എനിക്കൊരു കാര്യം, അവൾ വിങ്ങലോടെ പറഞ്ഞു. അവളുടെ അവസ്ഥ കണ്ട് ജെന്നിക്ക് വല്ലാത്ത വേദന തോന്നി. പാറിപ്പറന്ന മുടിയിഴ, കരഞ്ഞു വീങ്ങിയ കൺപോളകൾ. അവൾ പാറുവിനെ ചേർത്ത് പിടിച്ചു. വാ, ചോദിക്കട്ടെ. ജെന്നി അവളുമായി ക്യാൻറ്റീനിലേക്ക് നടന്നു. നിനക്ക് എന്താ വേണ്ടത്? ഓർഡർ ചെയ്യാം. എനിക്കൊന്നും വേണ്ടടാ, പക്ഷെ എനിക്ക്... അവൾ പറയാൻ മടിയോടെ നിന്നു. എന്റെ പാറൂട്ടാ, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എന്തും തുറന്നു പറയാവുന്ന ഫ്രണ്ട്. ഞാൻ അങ്ങനെയാണ് കരുതിയത്. നിനക്കിനി അങ്ങനെയല്ലേ പാറു? പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശേ, ഈ പെണ്ണ് ഇങ്ങനെ തൊട്ടാവാടി ആകല്ലേ എന്റെ പാറു. നീ സമയമെടുത്ത് സമാധാനത്തിൽ പറഞ്ഞാ മതി. അവൾ മുഖം അമർത്തി തുടച്ചു. ജെന്നി കൈകെട്ടി അവളെ തന്നെ നോക്കിയിരുന്നു. പാറു ഒന്നും ഒളിക്കാതെ എല്ലാം തുറന്നു പറഞ്ഞു. ജെന്നി ശ്രദ്ധയോടെ എല്ലാം കേട്ടു. ജെന്നി, എനിക്ക്... വേണ്ട, ഒന്നും പറയണ്ട. ജെന്നി ചാടി എണീറ്റു. പാറു ഞെട്ടി. ജെന്നി, ഞാൻ... പറ്റില്ലെങ്കിൽ വേണ്ടടാ, പക്ഷെ നീ എന്നോട് പിണങ്ങരുത്. ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ജെന്നി ഉച്ച ഉയർത്തി. പാറു കണ്ണീരോടെ വായ പൊത്തി. ജെന്നി അവളെ ഒന്ന് നോക്കി. പിന്നെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ഒരു നമ്പർ ഡയൽ ചെയ്ത് കാതിലേക്ക് വച്ചു. പപ്പ, നമ്മൾ കൊടുത്ത കേസില്ലേ, അത് വേണ്ട പപ്പ, പിൻവലിച്ചേക്ക്. അതെൻ്റെ പാറുവിൻ്റെ ഏട്ടനാ പപ്പ. അവൾക്കൊരു വിഷമം വന്നാ എനിക്ക് സഹിക്കില്ല. ആ ചേട്ടൻ്റെ കയ്യിൽ തെറ്റില്ല. ആളറിയാതെ ഞാൻ 2 പൊട്ടിച്ചു. പപ്പയ്ക്കറിയാലോ എൻ്റെ എടുത്തിയാട്ടം. പറ്റിപ്പോയി. എൻ്റെ പൊന്നു പപ്പയല്ലേ, അവരെ വിട്ടേക്കാൻ ഒന്ന് വിളിച്ചു പറയോ പ്ലീസ്? ഓക്കെ പപ്പ, ഉമ്മ, ലവ് യു പപ്പ. അവളെ നോക്കി മിഴിച്ചിരിക്കുകയാണ് പാറു. അവൾ ഫോൺ കട്ടാക്കി പോക്കറ്റിൽ താഴ്ത്തി. എന്താടി തൊട്ടാവാടി മിഴിച്ചു നോക്കുന്നേ? നിനക്ക് ഇന്നലെ തന്നെ എന്നെ വിളിക്കായിരുന്നു. അവളുടെ ഒരു... എടി പെണ്ണേ, നിങ്ങൾ എൻ്റെ ചങ്കല്ലേ. എന്നോടൊരു കാര്യം പറയാൻ മടിക്കുന്ന കാണുമ്പോഴാ എനിക്ക് വിഷമം. ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്, കേട്ടല്ലോ? നിന്റെ ഏട്ടൻ ഇപ്പം തന്നെ വീട്ടിലെത്തും. പിന്നെ പറഞ്ഞില്ല എന്ന് വേണ്ട, കാര്യങ്ങളൊക്കെയും ഏട്ടനെ ബോധ്യപ്പെടുത്തുക കേട്ടോ. നിങ്ങളുടെ സ്നേഹം ഏട്ടൻ തിരിച്ചറിയും. പാറു ചാടി എണീറ്റ് അവളെ കെട്ടിപ്പിടിച്ചു. അയ്യേ, നാറുന്നു. ഈ പെണ്ണ് കുളിച്ചത് നനച്ചു തോന്നൂല്ലേ? രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ടേക്കുന്നു എൻ്റെ പപ്പയുടെ കാല് പിടിക്കാൻ. എന്നിട്ടോ ഞാനില്ലെന്ന് കണ്ടതും കോളേജിലേക്ക് ഓടിയേക്കുന്നു, അതും 2.5 കിലോമീറ്റർ. നിനക്ക് ഭ്രാന്താണോ പെണ്ണേ? ആ ഫോണെടുത്ത് ഇന്നലെ തന്നെ ഒരു കോളിൽ അവസാനിക്കേണ്ട കാര്യത്തിനാ ഈ ടെൻഷൻ മുഴുവൻ അനുഭവിച്ചത്. പാറു അവളുടെ കവിളിൽ ചുണ്ടുകൾ അമർത്തി. ഞാൻ തോറ്റുപോയി. നിന്നെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയടാ. ജെന്നിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അവൾ പെട്ടെന്ന് തലകുലുക്കി. അവളെ പിടിച്ചകറ്റി. ദേ, ഈ കോലത്തിൽ ഇവിടെ നിന്നെ ആരും കാണണ്ട.
വേഗം പോവാൻ നോക്കിക്കേ. പോയി കുളിച്ച് ഫ്രഷായി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരു ഓട്ടോ പിടിച്ച് വരാൻ നോക്ക്. അല്ലേ വേണ്ട, വാ ഞാൻ വിടാം. വേണ്ടടാ, ഞാൻ പൊയ്ക്കൊള്ളാം. എന്നാ വാ, ഞാൻ ഒരു ഓട്ടോ പിടിക്കാം. ഇനി വീട്ടിലേക്ക് കൂടി നടക്കണ്ട. നിന്നെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നെൻ്റെ പാറു. ആ പിന്നെ രാവിലെ ആയോണ്ട് ഒരു എനർജിയൊക്കെ കിട്ടിക്കാണും അല്ലേ? ജെന്നി പാറുവിൻ്റെ കൈയും പിടിച്ച് റോഡിലേക്ക് ഇറങ്ങി. ഓട്ടോ നോക്കി നിൽക്കുമ്പോൾ ഒരു കാർ വന്ന് അവരുടെ അടുത്ത് നിർത്തി. ജെന്നി കണ്ണുകൾ കൂർപ്പിച്ചു. പാർവതി, ഞാൻ വീട്ടിൽ പോയിരുന്നു. ഹരിയേട്ടാ, പ്രോബ്ലം സോൾവായി. ഇതാണ് ജെന്നി. ആണോ? താങ്ക് യു ജെന്നി. ഓ, വരവ് വച്ചിരിക്കുന്നു. ഇതെന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ? അതോ, ഇവളുടെ കോലം കണ്ടില്ലേ? രാവിലെ ജോഗിങ്ങിന് പോയിട്ട് വരുന്ന വഴിയാ. നാറിയിട്ട് പാടില്ല. അപ്പോൾ ഇവളെ വീട്ടിലേക്ക് പറഞ്ഞുവിടാൻ നിൽക്കുവാ ഞാൻ. ജെന്നി ഗൗരവത്തോടെ പറഞ്ഞു. ശോ, ഈ പെണ്ണിൻ്റെ ഒരു നാവ്. പാറു അവളെ പിച്ചി. ഹരി ചിരിച്ചു. അപ്പോ വീട്ടിലേക്കാണല്ലേ? വീട്ടിലേക്കല്ല, വീട്ടിൽ ചെന്ന് ഫ്രഷായി തിരികെ ഇങ്ങോട്ട് തന്നെയാ, ജെന്നി വിശദീകരിച്ചു. എന്നാ കയറിക്കോ, ഞാൻ വിടാം. വിട്ടാൽ മാത്രം പോരെ ചേട്ടാ, തിരികെ കോളേജിലും ആക്കണം. പറ്റുമോ? ഓ, അതിനെന്താ, കയറിക്കോ. അവൻ ചിരിയോടെ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. ജെന്നിയുടെ കണ്ണുകൾ ചുരുങ്ങി. പക്ഷെ അവൾ ഒന്നും മിണ്ടിയില്ല. പാറു കയറിയതും ഡോറടിച്ച് ജെന്നി പറഞ്ഞു, ഫസ്റ്റ് അവർ പോയാലും സാരമില്ല. വേഗം വരണേടാ, ഞങ്ങൾ കാത്തിരിക്കും. ശരിയടാ. ഹരി കാറെടുത്തു. പാർവതിയുടെ കൂട്ടുകാരി പ്രത്യേക ക്യാരക്ടറാണല്ലോ. അതിനവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. ഹരിയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. അവർ പോയ വഴിയെ നോക്കി ജെന്നി ആത്മ. തൊട്ടാവാടിയുടെ രാജകുമാരൻ ഇതാണെന്ന് തോന്നുന്നു. അയാളുടെ കണ്ണുകൾ അത് പറയുന്നുണ്ട്. ആ പൊട്ടിക്ക് ഇതുവരെ അത് കത്തിയിട്ടില്ല. ആ, അല്ലെങ്കിലും അതൊരു പൊട്ടിയാണല്ലോ. ജെന്നി, നീ വേണം നിന്റെ കുരുട്ടു ബുദ്ധിയൊക്കെ അവൾക്ക് കൂടി പകർന്നു കൊടുക്കാൻ. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് സന്തോഷത്തോടെ അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ തിളങ്ങി നിന്ന മുഖം ഫ്യൂസ് പോയതുപോലായി. വസുവിനെ ചുറ്റിപ്പിടിച്ച് പിന്നിലിരുന്നു വരുന്ന എലീന ജെന്നിയുടെ മുഖം വീർത്തു. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. കാലമാടൻ, ഈ വേതാളം എപ്പ ചുമലിൽ തൂങ്ങി? ഇവൾ എനിക്ക് പണിയാണ്, അതിനു മുന്നേ ഒതുക്കണം. ജെന്നി മനസ്സിൽ കണക്ക് കൂട്ടി. വീണ്ടും ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും അവൾ, ഇതാരാണപ്പ? അയ്യോ, കിഷോർ സാർ. സാറിന്റെ ആരാധിക ഇതുവരെ എത്തിയില്ലല്ലോ. ഇവളുമാർക്ക് ഇതുവരെ നേരം വെളുത്തില്ലേ? ആ, അവളുമാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് കോഴിക്ക് മുന്നേ നേരം വെളുത്തത് എനിക്കാണല്ലോ. എന്നിട്ടോ പവനായി ശവമായി. കിഷോർ അടുത്തേക്ക് വന്നതും അവൾ, മോർണിംഗ് സർ. മോർണിംഗ്. അവൻ ചിരിച്ചു. എന്നാ നീ പൊയ്ക്കോ. അല്ല, ഇതാരാ സർ? എൻ്റെ അനിയനാ, കിരൺ. ഹായ് കിരൺ. ഹായ്. അവൻ ചിരിയോടെ പറഞ്ഞു. ഏട്ടാ, വൈകുന്നേരം ഞാൻ വരാട്ടോ. നമുക്ക് ഒന്നിച്ചു പോകാം. ശരിയടാ. കിരൺ ബുള്ളറ്റിൽ കയറി തിരിച്ചുപോയി. ജെന്നി ഒന്ന് നോക്കി മന്ദഹസിച്ചുകൊണ്ട് കിഷോർ കയറിപ്പോയി. എവിടെ? കാലനെ കാണുന്നില്ലല്ലോ. അവൾക്ക് വേറെ പണിയൊന്നുമില്ലേ? രാവിലെ ഒരുങ്ങി കെട്ടിയെടുത്തോളും മനുഷ്യന്റെ സമാധാനം കളയാൻ. ജെന്നി പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അനിയും തനിയും ചാടി വീണു. ആ, വന്നോ രണ്ടും? എന്താ ഇത്ര രാവിലെ? ജെന്നി മുഖം ചുളുക്കി. തേടി ചെയർമാൻ, കൂടെ എലിയും ഉണ്ടല്ലോ. ജെന്നി നിവർന്നു നോക്കി. ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ നടന്നു വരുന്ന അവരെ കണ്ടതും അവളുടെ മുഖം വീണ്ടും വീർത്തു. അവളുടെ കവിളിൽ പറ്റിയെന്തോ അവൻ തുടച്ചു മാറ്റുന്നതുകൂടി കണ്ടതും അവൾക്ക് കുശുമ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല. എടി, ഇവർ തമ്മിൽ ലപ്പാണെന്നാ എനിക്ക് തോന്നുന്നത്.
തനി മെല്ലെ പറഞ്ഞു. ജെന്നിക്ക് വിറഞ്ഞു കയറി. അവൻ അടുത്തെത്താറായതും സഞ്ജയ് വരുന്നത് ജെന്നി കണ്ടു. ആ, ഇപ്പൊ ശരിയാക്കി തരാം. ഹായ് സഞ്ജു, അവൾ ഉറക്കെ വിളിച്ചു. വസു അവരെ നോക്കി. അത് കണ്ട ജെന്നി മോർണിംഗ് സഞ്ജു എന്ന് പറഞ്ഞവനെ ഹഗ് ചെയ്തു. വസുവിന്റെ മുഖം ഇരുണ്ടു. കടക്കണ്ണിൽ വീക്ഷിച്ച ജെന്നി ചിരിയോടെ സഞ്ജുവിൽ നിന്നകന്നു. ഇന്നലെ ഞാൻ സഞ്ജുവിനെ മിസ് ചെയ്തു കേട്ടോ. ഇന്നലത്തെ നോട്ട് ഒന്ന് തരണേടോ. ഓ, അതിനെന്താ, താൻ ക്ലാസ്സിലേക്ക് വാ. സഞ്ജു ചിരിയോടെ നടന്നു. തങ്ങളെ നോക്കി ദഹിപ്പിച്ച് ചെയർമാനെ നോക്കി പുച്ഛം വാരി വിതറി അവൾ അനിയുടെയും തനിയുടെയും കൈപിടിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. വസുദേവ് അവളെ നോക്കി. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി പൂച്ചക്കണ്ണി. അവന്റെ കണ്ണ് അവളിലാണെന്ന് കണ്ടതും എലീനയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു.